ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വെറുതെ വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന ഉള്ളിത്തൊലി നമുക്ക് എങ്ങനെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉള്ളിത്തൊലി നല്ലൊരു വളമാണ് കേട്ടോ. നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഈ ഉള്ളിത്തൊലി നമുക്ക് ചില ആളുകളൊക്കെ ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് ചെടിയുടെ ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് ഇത് വെള്ളത്തിൽ 5 ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഇത് ചെടികൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വാച്ച് ചെയ്യണേ. അതോടൊപ്പം ഒന്ന് പറയാനുള്ളത്, ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ആ ഓളൊന്ന് ഓപ്പൺ ചെയ്യട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വീട്ടിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഉള്ളി. അത് വലിയ ഉള്ളിൻ്റെതായാലും ചെറിയുള്ളി ആയാലും വെളുത്തുള്ളി ആയാലും എല്ലാത്തിൻ്റെ തൊലി നമുക്ക് നല്ലൊരു വളമാണ് കേട്ടോ. നമുക്കറിയാം ഉള്ളിത്തൊലിയിൽ പൊട്ടാഷ്യം ഉണ്ട്, അതുപോലെ തന്നെ കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, അയേണ്, അതുപോലെ തന്നെ ഓക്സിഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഈ കീടാണുക്കൾ ശല്യം ഒഴിവാക്കാനും നമുക്കിത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ ഉള്ളിത്തൊലിൻ്റെ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ഒരുപാട് മൂലകങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഒരുപാട് മൂലകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിത്തൊലി വെറുതെ കളയണ്ട. നമുക്ക് കറിക്ക് ആവശ്യത്തിനോ എല്ലാതൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊരു ഇതിനും നമുക്കിപ്പോൾ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉള്ളിത്തൊലി കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉള്ളിത്തൊലി നമുക്കിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ 2 രീതിയിലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. 2 രീതിയിൽ നമുക്ക് ഉള്ളിത്തൊലി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിങ്ങനെ തന്നെ നമുക്ക് ചെടീൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതെ നമുക്ക് വേറെ 2 രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒന്ന്, നമുക്ക് ഈ വെള്ളത്തിൽ ഇതിപ്പോൾ 5 ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ഉണ്ടല്ലേ, 5 ദിവസം ഞാൻ വെള്ളത്തിലിട്ട് വെച്ച ഒരു ഉള്ളിത്തൊലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചെറിയൊരു ഉള്ളിൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടാകുക, വേറൊരു സ്മെല്ലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആ ഒരു സ്മെല്ലും പറ്റില്ലെങ്കിൽ നമുക്കൊരു 3 ദിവസമൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഞാനിങ്ങനെ പഴത്തൊലി ഉള്ളിത്തൊലിയൊക്കെ ഇടുന്ന ഒരു ചെറിയൊരു പെയിൻറ്റിങ് ബക്കറ്റാണ് കേട്ടോ. അതാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് പഴത്തൊലി ഇടുമ്പോൾ ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചെടികൾക്ക് പൂവുണ്ടാവുന്ന എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 മണി ചെടി, അതുപോലെ തന്നെ ബോഗൺവില്ല പ്ലാന്റ്സ്, അതുപോലെ തെച്ചി ചെടി, അതുപോലെ തന്നെ എല്ലാ പൂക്കളുള്ള മാക്സിമം പറ്റിയ എല്ലാ ചെടികൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് ഉള്ളിത്തൊലി ഇട്ട് വെച്ച വെള്ളം നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്ത് നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഒരു മെത്തേഡ് അങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഉള്ളിത്തൊലി കണ്ടില്ലേ, ഈ ഉള്ളിത്തൊലി ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ പൊടിച്ചെടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചുവട്ടിൽ ഇത് ഇങ്ങനെ ഇടുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ നമ്മൾ ചുവട്ടിലിട്ട് കൊടുക്കാതെ നമുക്ക് പൊടിച്ചെടുത്തത് ഈ ചെടിയുടെ ചുവട്ടിൽ, ഇതിപ്പോൾ ഈ ഒരു ബോഗൺവില്ല പ്ലാന്റ്സ് ഇതിൻ്റെ പൂക്കൾ കുറച്ചൊന്ന് വാടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെരട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൊടി, അതായത് ഈ ഉള്ളിത്തൊലി പൊടിച്ച പൊടി നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മണ്ണിട്ടിട്ട് മൂടിയാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പിന്നെ വെള്ളത്തിൽ ഇങ്ങനെയുള്ള ഉള്ളിത്തൊലി ചീഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പാടാണ്. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ചട്ടിയിലേക്ക് ഇത് നന്നായിട്ട് ഈ ചെടി ഇതിനെ ആഗിരണം ചെയ്യും കേട്ടോ. വേഗം തന്നെ ഇതിൻ്റെ വളം വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഈ ഉള്ളിത്തൊലി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് ഉള്ളിത്തൊലി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ
അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞത് ഈ ഒരു പിന്നെ വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് എങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം എന്നുള്ളത് കാണിക്കട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫോസ്ഫറസും അതുപോലെ തന്നെ പൊട്ടാഷ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ല ഒരു കിടിലം വളമാണ്. നമുക്കൊരു 5 പൈസ ചിലവില്ലാതെ തന്നെ നമ്മുടെ ഗാർഡനിൽ നമുക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിൽ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പിന്നെ ഈ ഉള്ളിത്തൊലിൻ്റെ വെള്ളം നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അതിൽ നിൽക്കൂല കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ, ഈ ഒരു കളർ ഇങ്ങനെ ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇരട്ടി വെള്ളത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ. അത് കുറച്ച് കൂടുതൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ ബാക്കിയും കൂടി നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ അത് എടുത്ത് കഴിഞ്ഞിട്ടോ. മുഴുവനായിട്ട് ഞാൻ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബക്കറ്റിൽ ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇതിൻ്റെ ചുവട്ടിൽ അതായത് ഇതിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ റോസാ ചെടീൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് റോസാ ചെടീൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കറിക്കൊക്കെ വെണ്ട അതുപോലെ തന്നെ വഴുതന എല്ലാ പച്ചക്കറിക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ ഈ പെറ്റോണിയം ചെടിക്കൊക്കെ നമുക്ക് ഇതിനൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പൗഡർ രൂപത്തിലാക്കി, അതായത് ഉള്ളിത്തൊലി ഞാൻ പൗഡർ രൂപത്തിലാക്കിയത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റോസാ ചെടീൻ്റെ ഒക്കെ ഇതൊന്ന് ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ കയ്യിൽ ഞാൻ എടുത്തതുപോലെ ഇതുപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് മൂടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതിലിങ്ങനെ ഈ ചെടി പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതുകൂടാണ്ട് ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ സ്പ്രേ ബോട്ടിൽ ഈ ഒരു ഉള്ളിത്തൊലിൻ്റെ ലിക്വിഡ്, അതായത് ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ഇതിൻ്റെ ചെടികൾക്ക് മുകളിലൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഇത് ഞാൻ ഈ ബോട്ടിലേക്ക് ആക്കാൻ പോവുകയാണേ. ഇത് നമുക്ക് നല്ല കീടനാശിനികളൊന്നും ചെടിക്കുണ്ടാവില്ല, അതൊക്കെ പെട്ടെന്ന് നമുക്ക് പോയി കിട്ടേ. അപ്പോൾ ഇതിലേക്ക് ഞാനിങ്ങനെ ആക്കിയിട്ട് വെള്ളം ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മൂടി അതിലിട്ടിട്ടതിന് ശേഷം നമുക്ക് 5 പൈസ ചിലവില്ലാതെയാണ് നമുക്ക് ഓരോ വളങ്ങളും. ഇത് മാത്രമല്ല കേട്ടോ, പലത് നമുക്ക് ബനാന ഫെർട്ടിലൈസർ, അതുപോലെ തന്നെ മുട്ടത്തോടിൻ്റെ പൊടി, അത് മുട്ടത്തോട് നമുക്ക് വേവിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇത് സ്പ്രേ ആയിട്ട് ഇതിൽ വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പ്രേ ബോട്ടിലാണ്, ഇതിപ്പോൾ ഓപ്പൺ ആകാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഇലകളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇത് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് വരുന്നുണ്ട്, ഇതിനെന്തോ സംഭവിച്ചതാണ്. നമുക്ക് ഇലകളിലൊക്കെ അങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ മുടി എവിടെ പോയി. എന്തായാലും നമുക്ക് ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കി ഞാൻ കാണിച്ചു തരാം. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും മുകളിൽ ഇതിൻ്റെ വെള്ളം, അതായത് ഇതിൻ്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ, അതായത് ഉള്ളിത്തൊലിൻ്റെ ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കീടനാശികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളം നമുക്ക് ഈ എടുത്ത് ഞാൻ കലക്കി വെച്ച വെള്ളം നമുക്ക് ഈ അരിപ്പൂവ്, മഞ്ഞ അരിപ്പൂവ്, റെഡ്, എല്ലാ അരിപ്പൂവിനൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. എല്ലാ ചെടികൾക്കും, പൂക്കളുള്ള എല്ലാ ചെടികൾക്കും പൂക്കളില്ലാത്ത ചെടികൾക്കും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഉള്ളിത്തൊലിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ചെടികൾക്കും നമുക്ക് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെടികൾക്കൊക്കെ, ഒരു ചെടികൾക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ എല്ലാ ചെടികൾക്കും സ്പ്രേ ബോട്ടിൽ
ഒരു ഓപ്പൺ ആവായിട്ടാട്ടോ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എല്ലാ ചെടികൾക്കും മേലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ എൻ്റെ അഗ്ലോണിമക്കും എല്ലാത്തിനും ഞാൻ ഇതിൻ്റെ വെള്ളം ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലുള്ള പൊട്ടാഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ്, അതുപോലെ മഗ്നീഷ്യം, കാൽസ്യം എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കീടങ്ങളും കുറഞ്ഞ് കിട്ടും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ, അതായത് എൻ്റെ ഉള്ളിത്തൊലി ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ, ഉള്ളിത്തൊലി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെടിക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നുള്ളത് നമുക്ക് ഉള്ളിത്തൊലി നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഉള്ളിത്തൊലി നമുക്ക് അടുപ്പത്ത് പിന്നെ ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് 2 ദിവസം കഴിഞ്ഞിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ല ഗ്രോത്തായിട്ട് നമ്മൾ NPK ഒന്നും പുറത്തുനിന്ന് വാങ്ങാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് ആവശ്യം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.